16 പകലിരവുകൾ, 17 സ്വീകരണ കേന്ദ്രങ്ങൾ, ലക്ഷക്കണക്കിന് ജനങ്ങൾ, കോടിക്കണക്കിന് ഹൃദയമിടിപ്പുകൾ. ജനുവരി 1 സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും ആരംഭിച്ച് പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളും അറബിക്കടലിൻ്റെ തീരങ്ങളും താണ്ടി അനന്തപുരിയുടെ ചരിത്രഭൂമിയിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്ര സമാപിക്കുമ്പോൾ അത് ഒരു ജാഥയുടെ കേവലമായ പര്യവസാനമല്ല, മറിച്ച് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മാനവിക വിപ്ലവത്തിൻ്റെ തുടർച്ചയാണ്. സ്വാഗതം അടിവരയുടെ പ്രത്യേക പതിപ്പിലേക്ക്. മനുഷ്യർക്കൊപ്പം കാലം ആവശ്യപ്പെട്ട സന്ദേശം. വിഭജനത്തിൻ്റെ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ മുക്കുമൂലകളിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർക്കൊപ്പം എന്ന ഉദാത്തമായ മുദ്രാവാക്യം ഉയർത്തി കടന്നുവന്ന ഈ യാത്ര ഒരു വലിയ രാഷ്ട്രീയ സാമൂഹിക തിരുത്തലായിരുന്നു. കാന്തപുരം ഉസ്താദ് എന്ന പണ്ഡിത ശ്രേഷ്ഠൻ ഉയർത്തിയ സന്ദേശം കേവലം മതപരമായ ഒന്നായിരുന്നില്ല. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ മനുഷ്യനെ മനുഷ്യനായി കാണാനും അവൻ്റെ വേദനകളിൽ പങ്കുചേരാനും ആഹ്വാനം ചെയ്ത ഈ യാത്ര കേരളത്തിൻ്റെ മണ്ണിൽ സ്നേഹത്തിൻ്റെ പുതിയൊരു വിത്തുപാകി. ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും ഒരേ വേദിയിൽ കൈകോർത്തു നിന്ന സ്വീകരണ കേന്ദ്രങ്ങൾ കേരളം എന്നും അഭിമാനിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി മാറി. ഈ യാത്രയുടെ നട്ടെല്ലും ആവേശവും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന അദ്വിതീയനായ പണ്ഡിത നേതൃത്വമാണ്. പ്രായം 90 പിന്നിട്ടിട്ടും തളരാത്ത ആവേശത്തോടെ അദ്ദേഹം കേരള യാത്രയ്ക്ക് ഇറങ്ങിയപ്പോൾ പിന്നിൽ അണിനിരന്നത് കേവലം അനുയായികൾ മാത്രമല്ല, നാനാജാതി മതസ്ഥരും രാഷ്ട്രീയക്കാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികളുമെല്ലാം യാത്രയിൽ അണിചേർന്നു. യാത്രയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച ജാതിമത രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ആളുകൾ ഒരുമിച്ച് കൂടുന്നതായിരുന്നു. മുമ്പ് ഈ പ്രസ്ഥാനത്തോട് മുഖം തിരിച്ചു നിന്നവർ പോലും വഴിയോരങ്ങളിൽ ഹാരാർപ്പണം നടത്താൻ കാത്തുനിന്നത് കണ്ടു. തിരുവല്ലയിലെ ആർച്ച് ബിഷപ്പിൻ്റെയും സ്വാമിയുടെയും ഹൃദ്യമായ സ്വീകരണം മുതൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേപോലെ ഈ യാത്രയെ നെഞ്ചേറ്റുന്നത് വരെ കേരളം മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഏറ്റുവാങ്ങിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവായിരുന്നു ഈ ദൃശ്യങ്ങളെല്ലാം. മർക്കസ് എന്ന വിശ്വവിദ്യാപീഠത്തിലൂടെ 10,000-കണക്കിന് അനാഥർക്ക് അത്താണിയായ, ലോകത്തിൻ്റെ ഏത് കോണിലും കഷ്ടപ്പെടുന്ന മലയാളിക്ക് വേണ്ടി നയതന്ത്ര ഇടപെടൽ നടത്തുന്ന ആ വലിയ മനസ്സ് കേരള യാത്രയിലുടനീളം പ്രകടമായിരുന്നു. യമനിലെ ജയിലറയിൽ നിന്നും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ നിശബ്ദമായ ഇടപെടലുകൾ മാനവികതയുടെ രാഷ്ട്രീയത്തിന് കാന്തപുരം ഉസ്താദ് നൽകിയ ഏറ്റവും വലിയ തെളിവായി വേണം കാണാൻ. കേരള യാത്ര ഉന്നയിച്ച വിഷയങ്ങൾ കേവലം വൈകാരികമായിരുന്നില്ല, മറിച്ച് ഈ മണ്ണിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിലോരോന്നും. വയനാട്ടിലും പത്തനംതിട്ടയിലും പാലക്കാട്ടും ഇടുക്കിയിലും എത്തിയപ്പോൾ കർഷകർക്ക് വേണ്ടി ഉസ്താദും സംഘവും ശബ്ദമുയർത്തി. കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായ വന്യജീവി സംഘർഷങ്ങൾക്കെതിരെ ശാസ്ത്രീയ പരിഹാരം കാണണമെന്ന ഉറച്ച നിലപാടാണ് അവിടങ്ങളിൽ കേരള യാത്ര സ്വീകരിച്ചത്. ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. മലപ്പുറത്തും എറണാകുളത്തും ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള ജില്ലകളുടെ പുനഃക്രമീകരണം എന്ന വിപ്ലവകരമായ നിർദ്ദേശമാണ് പങ്കുവെച്ചത്. കോഴിക്കോട്ട് സാഹിത്യ നഗരിയെ സമ്പുഷ്ടമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി മുന്നോട്ട് വെച്ചു. കണ്ണൂരിൽ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പ്രവാസികളുടെ ബുദ്ധിമുട്ടുകളും ചർച്ചയായി. കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങളും നീണ്ടകരയെ അന്താരാഷ്ട്ര മാരിടൈം ഹബ്ബാക്കണമെന്ന ആവശ്യവും ഉയർത്തിപ്പിടിച്ചു. ലഹരി വിപത്തിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം, പരിസ്ഥിതി സംരക്ഷണം, ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം എന്നിങ്ങനെ വിഷയങ്ങൾ പലതും ആ പട്ടികയിലുണ്ട്. മുസ്ലിം ജമാഅത്ത് എന്ന പ്രസ്ഥാനം ഒരു മതസംഘടന എന്നതിനപ്പുറം ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പായി മാറിയ കാഴ്ചയാണ് ഈ 16 ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. യാത്ര കടന്നുപോയ വഴികളിലെല്ലാം സംഘടിപ്പിക്കപ്പെട്ട സ്നേഹവിരുന്നുകൾ കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം പിടിക്കും. വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും വിവിധ മതവിഭാഗങ്ങളിലെ പുരോഹിതരും ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന് നാടിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തത് പുതിയൊരു സംവാദ സംസ്കാരത്തിന് തുടക്കമിട്ടു. വിഭാഗീയതയുടെ കരിനിഴൽ വീണ കാലത്ത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും നന്മയുടെ കാര്യങ്ങളിൽ ഒന്നിക്കാനുമുള്ള ഈ ആഹ്വാനം ഭരണാധികാരികൾ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയുടെ ജനസമുദ്രം സാക്ഷ്യപ്പെടുത്തുന്നത് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കരുത്ത് മാത്രമല്ല, മറിച്ച് കാരുണ്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാൻ വെമ്പുന്ന ഒരു ജനതയെയാണ്.
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവർ ഒരേ വേദിയിൽ ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുമ്പോൾ കാന്തപുരം ഉസ്താദ് മുന്നോട്ട് വെച്ച മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം പൊതുസമൂഹം അംഗീകരിക്കുന്നു എന്നാണ് അർത്ഥം. യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആ സന്ദേശം അവസാനിക്കുന്നില്ല. കേരള യാത്ര ഉയർത്തിയ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം ഇനി ഓരോ ഗ്രാമങ്ങളിലെയും യൂണിറ്റുകളിലൂടെയും കർമ്മ പദ്ധതികളിലൂടെയും പ്രയോഗവൽക്കരിക്കപ്പെടണം. ICFൻ്റെ റിഫായി കെയർ പോലുള്ള പദ്ധതികൾ അതിൻ്റെ ആദ്യപടിയാണ്. കാന്തപുരം ഉസ്താദ് എന്ന വിശ്വപൗരൻ വരച്ചുകാട്ടുന്ന സ്നേഹഭൂപടത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കാരണം മനുഷ്യത്വത്തെക്കാൾ വലിയ മറ്റൊന്നും ലോകത്തില്ല തന്നെ. ഈ യാത്ര നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അതാണ്. കാന്തപുരം ഉസ്താദിനും കേരള മുസ്ലിം ജമാഅത്തിനും ഈ ഐതിഹാസിക വിജയത്തിന് അഭിവാദ്യങ്ങൾ. അടിവര ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. നന്ദി. waytonikah.com, the exclusive Muslim matrimonial site.